അപ്പൊ ആദ്യം തന്നെ വീഡിയോ ഇട്ടപ്പോൾ ചോദിച്ചോ മുങ്ങിയ ആള് പൊങ്ങിയോന്ന്. അതായത് ഉണ്ണിയണ്ണൻ മുങ്ങിയിട്ടുണ്ടായിരുന്നു, എന്നിട്ട് പൊങ്ങിയോന്നും. ഉണ്ണിയണ്ണ പൊങ്ങിയോ ഒന്നും ചെയ്തില്ല. ഉണ്ണിയണ്ണൻ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഇതിപ്പം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു വീടിനകത്ത് അല്ലെങ്കിൽ ഒരു റൂമിനകത്തിരുന്ന് ഫോൺ വെച്ചിട്ട് റിയാക്ഷൻ വീഡിയോ പോലെ വളരെ മോശമായിട്ടുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചു. അത് ഈ പൊടി കൊച്ചിന് എന്റെ അമ്മയുടെ പേരിലിട്ടെ നിങ്ങളുടെ പേരിന്റെ കൂട്ടത്തിൽ നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ പേരില്ലയോ? അതേ കൂട്ട് ഉണ്ണിയണ്ണ അമ്മേനെ ഇഷ്ടമുള്ളതുകൊണ്ട് ഉണ്ണിയണ്ണ. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ജീവമാതാ കാരുണ്യ ഭവനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കണ്ടു, അറിഞ്ഞു, സംസാരിച്ചു. അപ്പം അതിനകത്ത് ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ സംസാരിച്ചൊരു പേരായിരുന്നു അനാമിക വിഷ്ണു. അനാമിക വിഷ്ണു ജീവമാതാ കാരുണ്യ ഭവനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോൺട്രവേഴ്സീസിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റഡ് ആയിട്ടിരുന്ന അനാമികയുടെ ലൈഫും അനാമികയ്ക്ക് ഉണ്ടായിട്ടുള്ള ചൂഷണങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലായിരുന്നു നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരുപാട് ആ ഒരു സ്ഥാപനത്തിന് മേൽ നടപടികൾ ഉണ്ടാകുന്നു എന്നുള്ളത് അറിഞ്ഞു. ഇപ്പം നിലവിൽ കേസ് നടക്കുന്നു എന്നുള്ള കാര്യം അറിഞ്ഞു. കുറച്ചധികം ആൾക്കാർ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ടെന്ന് അറിയുന്നു. എന്നാൽ ഇപ്പം റീസെൻ്റായിട്ട് കുറച്ച് നാളിന് മുമ്പ് ഇവർ ജീവമാതാ കാരുണ്യ ഭവൻ്റെ ആ ഒരു അതിൻ്റെ നടത്തിപ്പുകാരിയായിട്ടുള്ള സ്ത്രീ അവർ ഒരു പത്രസമ്മേളനമൊക്കെ നടത്തി അവരതിനകത്ത് തെറ്റുകാരിയല്ല എന്നുള്ള രീതിയിലേക്കൊക്കെ പറഞ്ഞു. എന്നാൽ ഇപ്പോൾ ആ അനാമിക തന്നെ നേരിട്ടൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം ചില ആൾക്കാർക്കിട്ടുള്ള എന്തൊരു മറുപടി എന്നുള്ള രീതിയിലേക്കാണ് ആ കുട്ടിയുടെ വീഡിയോ. എന്താണെന്ന് നമുക്ക് നോക്കാം. ടോപ്പിക്സ്. അപ്പൊ അതിൽ കുറച്ച് കമന്റ്സിന്റെ ആൻസർ ഇതിനെ പറ്റി മോശപ്പെട്ട രീതിക്ക് ഒരു വ്യക്തി പറഞ്ഞു. അതിനെതിരെ ഞങ്ങൾക്ക് വെച്ച് പ്രതികരിക്കാം, പക്ഷേ ഞങ്ങളെ മാന്യതയിൽ ഞങ്ങൾ മര്യാദയ്ക്ക് പറയുകയാണ്. കുഞ്ഞിനെ വെച്ച് മോശപ്പെട്ട കാര്യങ്ങളൊന്നും പറയരുത്. ഞങ്ങളെ പറയുന്ന പിന്നെയും പോട്ടെന്ന് പറയാം, അല്ലേ ഉണ്ണിയണ്ണ? കുഞ്ഞിനെ പറ്റി ഞങ്ങളെ കണക്ട് ചെയ്തിട്ടാണ്, പക്ഷെ കുഞ്ഞിനെ പറ്റി മോശപ്പെട്ട രീതിക്ക് ഞങ്ങളുടെ കുഞ്ഞിന് പേരിട്ട ഉദയശ്രീ എന്നാണ്. ഞങ്ങളുടെ അമ്മേന്റെ പേരിട്ടേലും ഞങ്ങൾക്ക് ഒരു കുറവില്ല. പിന്നെ കുഞ്ഞ് വളർന്നു വരുമ്പോൾ അങ്ങനെ ആവത്തില്ലേ? ഞങ്ങളെ അമ്മ തെറ്റിയിട്ടില്ലെന്ന് ഞങ്ങൾക്ക് നല്ല വിശ്വാസം. ഇപ്പോ ഇതിനകത്ത് ഈ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞു എന്നുള്ള കാര്യം പറയുന്നു. ഇപ്പം ഞാൻ അറിയുന്ന നമ്മുടെ അത്യാവശ്യം യൂട്യൂബിൻ്റെ അകത്ത് റിയാക്ഷൻ വീഡിയോസിൻ്റെ അകത്തുള്ള എല്ലാ ആൾക്കാരും ഈ ഒരു വിഷയത്തിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ആരെങ്കിലും അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുള്ള, നിങ്ങൾ ആരുടെയും ശ്രദ്ധയിലുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക. കാരണം അങ്ങനെ ഒരു കാര്യം ഇപ്പം എല്ലാവരും ഒരു കോണ്ടെക്സ്റ്റിൻ്റെ അകത്താണ് നിന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോസ് ചെയ്തിട്ടുള്ള ബഹുഭൂരിഷ ആൾക്കാരും കോണ്ടെക്സ്റ്റ്, ഇപ്പോൾ നേരിട്ട് ഈ വിഷയങ്ങൾ അറിയുന്ന ആൾക്കാർ, ആ സ്ഥലങ്ങളിലുള്ള പരിസരവാസികളായിട്ടുള്ള കുറേ ആൾക്കാർ, പിന്നെ കുറച്ചധികം ആൾക്കാർ എവിഡൻസ് ആയിട്ട് അവരുടെ ലൈഫിൻ്റെ അകത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതിനകത്ത് നടന്നു പറയുന്ന കുറേ എവിഡൻസ് പുറത്തു കൊണ്ടുവന്നു. പിന്നെ കുറേയധികം വോയിസ് ക്ലിപ്പുകൾ, പിന്നെ കുറേയധികം ആരോപണങ്ങൾ, പിന്നെ ആ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പ് കാര്യമായിട്ടുള്ള അവരുടെ കുറേയധികം പ്രശ്നങ്ങൾ, അങ്ങനെ കുറേയധികം കാര്യങ്ങൾ ഇത് തുടങ്ങി വെച്ച് അടക്കമുള്ള അനവധി വിഷയങ്ങളാണ് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് വന്നത്. അപ്പോഴൊന്നും എല്ലാവരും കൺസേൺഡ് ആയിട്ട് കൊടുത്തെന്ന് വെച്ചാൽ അനാമികയുടെ ലൈഫിനെ അത് ബാധിക്കുമോ? ഞാൻ അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നത് വെച്ചാൽ ആ കുട്ടിയുടെ ലൈഫിനെ അത് സ്പോയിൽ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതായത് ഈ അനാമികയെക്കുറിച്ച് തന്നെയാണ് സംസാരിച്ചത്. അപ്പോൾ നിലവിൽ ആ ഒരു വിഷയം അവിടെ കേസ് നടക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു. അപ്പോഴൊന്നും ഞാൻ എവിടെയും കേട്ടിട്ടില്ല ഈ കുഞ്ഞിനെ വെച്ച് ആരെങ്കിലും, ഇപ്പോൾ ഒരു പിഞ്ചു കുഞ്ഞിനെ കുറിച്ച് ആരെങ്കിലും ഒക്കെ അങ്ങനെ പറയുമെങ്കിൽ എന്ത് മനോഭാവമായിരിക്കും എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് അറിയത്തില്ല. നിങ്ങളെ എന്തായാലും ആരോ പറഞ്ഞിട്ടുണ്ടായിരിക്കണമല്ലോ, അവരതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ വീഡിയോ ഇട്ടപ്പോൾ ചോദിച്ചോ മുങ്ങിയ ആള് പൊങ്ങിയോന്ന്. അതായത് ഉണ്ണിയണ്ണൻ മുങ്ങിയിട്ടുണ്ടായിരുന്നു, എന്നിട്ട് പൊങ്ങിയോന്നും. ഉണ്ണിയണ്ണ പൊങ്ങിയോ ഒന്നും ചെയ്തില്ല. ഉണ്ണിയണ്ണൻ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ പറയുന്നവര് വന്ന് വീട്ടിൽ നോക്കിയിട്ടില്ലല്ലോ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന്. അവരൊക്കെ പറയുന്ന കേട്ടിട്ടല്ലയോ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരുന്നത്? അല്ല, അത് ഒത്തിരി യൂട്യൂബേഴ്സ് പറഞ്ഞു, ചാനലിനകത്ത് യൂട്യൂബേഴ്സ് വന്നിരുന്നിട്ട് പറയുന്നത് ഞാൻ മുങ്ങിപ്പോയി, എന്നിട്ട് നമ്മളിപ്പം വീഡിയോസ് ഇടുമ്പോഴത്തേനും അറിയാൻ പൊങ്ങിയിട്ടുണ്ടെന്ന്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പം ഇത്രയും സോഷ്യൽ മീഡിയയിലാണെങ്കിലും പൊതുവെ ഇത്രയും പ്രശ്നം നടക്കുമ്പോഴത്തേന് നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കൊണ്ട് തലവെച്ച് കൊടുക്കുന്ന അത്ര നല്ല കാര്യമാണ്. ഈ മുങ്ങി എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരിക്കുമെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു വിഷയം, ഒരു കോണ്ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്തു, ഒരു വിവാദം ഉണ്ടാകുന്നു. ആ കോൺട്രവേഴ്സി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഭാഗത്ത് തെറ്റില്ല എങ്കിൽ, അഥവാ നമ്മുടെ ഭാഗത്ത് യാതൊരു മിസ്റ്റേക്കോ പ്രശ്നങ്ങളോ ഒന്നുമില്ല എങ്കിൽ അത് സജീവമായിട്ട് ആ ഒരു കാര്യങ്ങളുടെ നിരന്തര ചർച്ചയിൽ ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കയ്യിൽ ഇപ്പം നമ്മുടെ മടിയിൽ കനമില്ല എന്നുള്ളതാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ മുമ്പിൽ നിൽക്കും, നമ്മൾ സംസാരിക്കും. അപ്പോൾ നമ്മൾ ആ സമയത്ത് അപ്രത്യക്ഷരാകുകയും ആ സമയത്ത് നിശബ്ദരാകുകയും ചെയ്യുന്ന സമയത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ലീഗലായിട്ടുള്ള കാര്യങ്ങൾ മൂവ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആർക്കും സംസാരിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അതർവൈസ് മാറി നിൽക്കുന്നത് ചിലപ്പോൾ തെറ്റുകാരാണ്. ഇപ്പം മൗനം വിദ്വാനം ഭൂഷണം എന്ന് പറയും, മൗനം സമ്മതം എന്നും പറയും. രണ്ട് കാര്യങ്ങളും ഒരേ സംഭവത്തിൽ രണ്ട് രീതിയിൽ പറയും. അതുകൊണ്ട് ആൾക്കാർ പറയുന്നു. അപ്പം നിങ്ങളുടെ ഭാഗത്ത് ഇപ്പം ഞാൻ എൻ്റെ നേരിട്ടുള്ള അറിവ് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം പറയും. ജീവമാതാ കാരുണ്യ ഭവനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആണെങ്കിൽ അതിനകത്ത് നിന്ന് മാറ്റപ്പെട്ട കുറേയധികം ഇപ്പോൾ അവിടെ നിന്ന് ആശ്രിതരായിട്ട് നിന്ന ആൾക്കാരുടെ കുറേയധികം കാര്യങ്ങൾ പുറത്ത് വന്നത് അന്ന് വളരെ വേദനിപ്പിക്കുന്ന രീതിയിലാണ്. അവരുടെ ജീവിത സാഹചര്യങ്ങൾ നേരെ നോക്കുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഞാൻ അറിഞ്ഞതെന്ന് വെച്ചാൽ കുറച്ച് കുട്ടികളുടെ കാര്യം, അവിടെ നിന്ന് മാറ്റപ്പെട്ട കുറച്ച് കുട്ടികളുടെ അടക്കം അവിടെ അവർ ആ സ്ഥലത്ത് ജീവിച്ചിരുന്നത് അത്രയും നല്ല രീതിയിലായിരുന്നില്ല എന്നുള്ളതൊക്കെയാണ്. അതിൻ്റെ അകത്തുള്ള സത്യമല്ലാത്ത കാര്യങ്ങളൊക്കെ ഇനി അന്വേഷണങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്ന് അറിയുന്നു. അതിൽ തെളിയട്ടെ, അത്രേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ കുറച്ചാൾ വീഡിയോസ് ഒന്നും ഇട്ടില്ല, അന്നേരത്തേന് ആൾക്കാർ നമ്മളെ കാണുന്നില്ല. പ്രശ്നമൊക്കെ ആയപ്പോഴത്തേക്ക് എന്തോ കുറച്ച് സൈലന്റ് ഒക്കെ ആയിരുന്നു, വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ല.
പിന്നെ ഇത്രയും പ്രശ്നമൊക്കെ ആയപ്പോഴത്തേക്കും ഒത്തിരി ഡൗൺ ആയി പോയായിരുന്നു. ഇപ്പം ചിലപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ഇടുന്ന കണ്ടിട്ട് 1-2 റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ റിയാക്ഷൻ വീഡിയോ ചെയ്യുമായിരിക്കും. അതിലൊന്നും ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യും. വിഷ്ണു അവിടെ ഉണ്ടോ ഇല്ലെന്ന് തിരക്കായിരുന്നു അല്ലേ? അല്ല, റിയാക്ഷൻ വീഡിയോസ് ആരും നിങ്ങളുടെ വീഡിയോസ് നിങ്ങൾ വീഡിയോ ചെയ്യേണ്ടെന്നോ നിങ്ങൾ ജീവിക്കാൻ പാടില്ലെന്നോ അല്ല നിങ്ങൾ ഇനി ഇതോടുകൂടി നിങ്ങൾ നശിച്ചു പോകണമെന്നോട് ആഗ്രഹിച്ചിട്ട് അറിയില്ല. ഇപ്പം അനാമികയുടെ കാര്യത്തിൻ്റെ അകത്താണെങ്കിൽ അനാമികയുടെ ബാക്ക് സ്റ്റോറി നമ്മളെല്ലാവരും അറിഞ്ഞൊരു കാര്യം സോഷ്യൽ മീഡിയയിൽ കൂടെയും ഈ പറയുന്ന നിങ്ങളുടെ ഇൻ്റർവ്യൂസിലൂടെയൊക്കെയാണ് അറിഞ്ഞത്. അതിനകത്ത് നിന്ന് അറിഞ്ഞപ്പോഴേക്കും ഒരു പാവം പെൺകുട്ടി അവരുടെ ലൈഫ് മറ്റൊരു തരത്തിലേക്ക് സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഇതെങ്ങനെയാണ് സമൂഹത്തിൻ്റെ ഇടയിൽ ചർച്ച വന്നത്, നിങ്ങൾ തന്നെ ഇൻ്റർവ്യൂസിൻ്റെ അകത്ത് പറഞ്ഞ പല കാര്യങ്ങളും പിന്നെ സമൂഹ ശ്രദ്ധയിൽ എത്തുകയും അതിനകത്ത് നിന്ന് ആൾക്കാരുടെ ക്വസ്റ്റ്യൻസൊക്കെ വരും. അങ്ങനെ നിങ്ങളിലൂടെ തന്നെയാണ് ഈ ഒരു കാര്യങ്ങൾ തുറന്ന് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് പബ്ലിക് ഡൊമൈനിലേക്ക് എത്തിയെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അതിനുശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട് അഫക്റ്റഡ് എന്ന് പറയപ്പെടുന്നവരും അതുപോലെ തന്നെ അതിനകത്ത് വന്നു കണ്ടു നിരന്തരമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ആ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് എത്തിക്കുന്ന സമയത്ത് ഇത് മൊത്തത്തിൽ ചർച്ച വരുന്നു, ഒരു വിവാദം മൊത്തത്തിൽ കോളിലൊക്കെ സൃഷ്ടിക്കുന്നു. അതിനുശേഷം ഞാൻ അവരുടെ ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇൻ്റർവ്യൂ അല്ലല്ലോ, ഉദയഗിരിജ എന്ന് പറയുന്ന ഇവരുടെ നടത്തിപ്പിൻ്റെ ഒരു മേധാവിയുടെ ഒരു പത്രസമ്മേളനം ഒരു സംഭവം കണ്ടു. പിന്നെ ഒരു ഇൻ്റർവ്യൂ കണ്ടു. ഒരു അമ്മയായിട്ട് അദ്ദേഹത്തിൻ്റെ മരണപ്പെട്ടു പോയ ഹസ്ബൻഡിൻ്റെ മുൻ ഭർത്താവിൻ്റെ അമ്മയുമായിട്ട് നിന്ന് ഒരു ഇൻ്റർവ്യൂ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് ഇവരുടെ മേൽ കൊലക്കുറ്റമൊക്കെ ആരോപിച്ചിട്ടുണ്ടായിരുന്നു. കൊന്നത് ഇവരാണ് ആ ഭർത്താവിൻ്റെ. അപ്പോൾ ആ അമ്മ വന്നിരുന്ന് പറയുന്നു ഒരിക്കലും അങ്ങനെ അല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. ഒരു അമ്മ സ്വാഭാവികമായിട്ടും സ്വന്തം മകനെ കൊന്ന ഒരു സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അത് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. ഇനി അതിനപ്പുറത്തേക്കും ഇതിനകത്ത് വേറെ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ആർക്കും അറിയത്തില്ല. തിരക്കിട്ടൊക്കെ പറയുന്നവരാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ലെന്ന് പറയാം. പിന്നെ കേസൊക്കെ തേച്ച് മാച്ച് കളഞ്ഞു അത് കോടതിയുടെ കീഴിൽ ഇപ്പോഴും ഇരിക്കുന്ന ഒരു കേസാണ്. അത് ലീഗലി മൂവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വലുതായിട്ട് ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. അതിനെപ്പറ്റി അറിയണമെന്നുള്ളവർക്ക് അതിന്റെ പിറകെ അന്വേഷിച്ച് ചെന്ന ആൻസർ കിട്ടും അല്ലയോ? അങ്ങനെ വേണമെന്നുള്ളവർക്ക് അങ്ങനെ പോകാം. ഞങ്ങൾക്ക് എന്തായാലും അത് പറഞ്ഞ് സമയം കളയാൻ താല്പര്യമില്ല. അത് അതിന്റെ വഴിക്ക് നടക്കുന്നുണ്ട്. നിയമം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് എത്ര പണം കൊടുത്താലും തേച്ച് മാച്ച് കളയാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാവരും ഒന്നും ഇങ്ങനെ പറയുന്നില്ല, എന്നാലും പറയുന്ന കുറച്ച് പേര് മനസ്സിലാക്കണം. ഈ നിയമത്തിലാണ് എല്ലാവർക്കും വിശ്വാസം. ഇപ്പം ഉദയഗിരിജ എന്നുള്ളൊരു വ്യക്തിയും അതോടൊപ്പം തന്നെ ആ ഒരു സ്ഥാപനം നമ്മുടെ ഈ ഒരു കാരുണ്യ ഭവൻ എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനവും എന്തെങ്കിലും തരത്തിലുള്ള മോശമായ പ്രവണതകളോ തെറ്റായിട്ടുള്ള കാര്യങ്ങളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അങ്ങേയറ്റം സമൂഹത്തിൽ വിഷമം അനുഭവിക്കുന്ന ആൾക്കാരാണ് അവിടെ ഉള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള തക്കതായ ശിക്ഷ കിട്ടണം, അഥവാ ഇതിൻ്റെ നടത്തിപ്പുകാർക്ക് കിട്ടണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. സ്റ്റാൻഡ് അത് തന്നെയാണ്. അതിനകത്ത് നിങ്ങളത് തന്നെയാണല്ലോ പറയുന്നത്. കാരണം അതിനകത്ത് തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള പൂർണ്ണ ബോധ്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് തെളിയിക്കേണ്ടി വരും. അതായത് ഉദയഗിരിജ എന്ന് പറയുന്ന താങ്കളുടെ അമ്മായിക്ക് അത് തെളിയിക്കേണ്ടി വരും. ബാക്കി പബ്ലിക് ഡൊമൈനിൻ്റെ അകത്ത് ഈ വിഷയം കൊണ്ടുവന്നതൊന്നും ആരുമല്ല, പെട്ടെന്നൊരു ചർച്ച വന്നതൊന്നുമല്ല. ഇത് നിങ്ങളുടെ തന്നെ ഇൻ്റർവ്യൂസിൻ്റെ അകത്ത് നിന്ന് വന്നതാണ്. ഞാൻ ഈ ഒരു വിഷയത്തിനെ വീക്ഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നമ്മുടെ കുഞ്ഞിനെ പറ്റി മോശപ്പെട്ട രീതിക്ക് ഒരു വ്യക്തി പറഞ്ഞു. അതിനെതിരെ ഞങ്ങൾക്ക് വെച്ച് പ്രതികരിക്കാം. പക്ഷേ ഞങ്ങളെ മാന്യതയിൽ ഞങ്ങൾ മര്യാദയ്ക്ക് പറയുകയാണ്. കുഞ്ഞിനെ വെച്ച് മോശപ്പെട്ട കാര്യങ്ങളൊന്നും പറയരുത്. ഞങ്ങൾ പറയുന്ന പിന്നെയും പോട്ടെന്ന് പറയാം അല്ലേ ഉണ്ണിയണ്ണ? അത് വെറും തറ പരിപാടിയാണ്. ഞങ്ങൾ അത് പ്രതികരിക്കുന്നില്ല എന്ന് വെച്ചിട്ട് ഞങ്ങൾ കഴിവില്ലാത്തവരല്ല. നിങ്ങൾ പറയുന്നതിന് 9 പറഞ്ഞ് ഞങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ അറിയാം. നിങ്ങൾ പറയുന്നതിന് അപ്പൊ ഓരോ വീഡിയോസ് ചെയ്യാൻ അറിയാം. എല്ലാവരെയും പറ്റി പറയുമല്ല. ഈ ഒരു യൂട്യൂബേഴ്സ് ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു വീഡിയോ കുഞ്ഞിനെ പറ്റി ഞങ്ങളെ കണക്ട് ചെയ്തിട്ടാണ്. പക്ഷെ കുഞ്ഞിനെ പറ്റി മോശപ്പെട്ട രീതിക്ക് 1-2 അല്ല, അത് ആര് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാനതിന് അക്സെപ്റ്റ് ചെയ്യത്തില്ല. ബിക്കോസ് എന്താണെന്ന് അറിയാമോ, ഇപ്പം നമ്മുടെ വീഡിയോസിൻ്റെ അകത്തൊക്കെ നിരന്തരം അനവധി വീഡിയോസ് ചെയ്തിട്ട് പോകുന്നുണ്ട്. ചിലരെയൊക്കെ അവരുടെയൊക്കെ പ്രവൃത്തി കണ്ടിട്ട് നമ്മൾ അത്രത്തോളം നന്നായിട്ട് എന്നത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെ എവിടെയും ഒരിക്കലും ഒരു കുഞ്ഞിനെ പരാമർശിക്കുന്നത്, കുഞ്ഞിനെന്നല്ല, വൃദ്ധരായിട്ടുള്ള ആൾക്കാരെ, രോഗികളായിട്ടുള്ള ആൾക്കാരെ, പിന്നെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർ, ഇവരൊക്കെ ഇതിനകത്ത് കണക്ട് ചെയ്ത് വന്നാൽ പോലും അതിനെ എനിക്ക് തോന്നുന്നില്ല മറ്റുള്ള ആൾക്കാരും റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ അതങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല. അതാരാണ് അങ്ങനെ ചെയ്യുന്നുള്ളത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു കുട്ടിയെ അങ്ങനെ പറയാൻ പാടില്ല, ഒരിക്കലും പറയാൻ പാടില്ല. എന്ത് തെറ്റിൻ്റെ പുറത്താണെങ്കിലും ഒരു പിഞ്ചു കുഞ്ഞിനെ ഈ ഭൂമിയിൽ ഞാൻ ആ ഒരു വീഡിയോ ആ സമയത്തും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് സംസാരിച്ചപ്പോൾ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ആ വീഡിയോയുടെ കിടപ്പുണ്ട്. അതിനകത്ത് അപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, ഈ ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ ഒരു വിഷയങ്ങൾ കാരണം താറുമാറാക്കപ്പെടുന്ന സമയത്ത് ഒന്ന് അനാമികയുടെ ലൈഫ് എന്താകുമെന്നൊരു ചോദ്യചിഹ്നം ഞാൻ പലപ്പോഴും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനാമികയുടെ ലൈഫിനെ കുറിച്ച് മാത്രമാണ് മെയിൻ അനാമികയുടെ കുഞ്ഞ് മെയിൻ കൺസേൺഡ് ആയിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും ഇവർ വളരെ സന്തോഷകരമായിട്ടാണ് ജീവിക്കുന്നത് അറിയുന്നത് വളരെയധികം സന്തോഷമുണ്ട്. ആ പിഞ്ചു കുഞ്ഞിനെ നോക്കണം, കാരണം അച്ഛനും അമ്മയാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്ന് നിയമത്തിൻ്റെ വഴിയിൽ കൂടെ തെറ്റാണോ ശരിയാണോ എന്നുള്ളത് തെളിയട്ടെ. മറിച്ച് കുഞ്ഞും ആ ഒരു സ്ത്രീ അഥവാ അമ്മയൊക്കെ നന്നായിട്ട് ജീവിക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു കൺസേൺ. അന്നും പറഞ്ഞത് ഇന്നും പറയുന്നത്. അതിനകത്ത് യാതൊരു മാറ്റമില്ല. മറിച്ച് ആതുരാലയവുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ജീവമാതാ കാരുണ്യ ഭവനുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള എന്തെങ്കിലും അഴിമതികളോ പ്രശ്നങ്ങളോ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അതിനകത്ത് തെറ്റുകാർ ആരാണെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ശിക്ഷിക്കപ്പെടണം. അതിനകത്ത് യാതൊരു മാറ്റം. ഞങ്ങൾ വീഡിയോ ഇടരുത്, അതൊക്കെ അവരെ ഒരിത്.
പക്ഷെ ഞങ്ങൾ വീഡിയോസ് ഇടും. പക്ഷേ മേല നിങ്ങളെ വീട്ടിൽ കുഞ്ഞുങ്ങളുള്ളതാണ്, മേല ഞങ്ങളുടെ കുഞ്ഞിനെ പറ്റി മോശപ്പെട്ട രീതിക്ക് സംസാരിക്കരുത്. ഞങ്ങൾക്ക് നിങ്ങൾ പറയുന്നതിനെക്കാട്ടി 9 പറഞ്ഞ് വീഡിയോസ് ഇടാൻ അറിയാം, പക്ഷെ ഇടാത്തത് ഞങ്ങളെ മര്യാദയാണ്. ഞങ്ങൾ അത് ലീഗലി മൂവ് ചെയ്യുന്നുണ്ട്. ഇതിപ്പം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീടിനകത്ത് അല്ലെങ്കിൽ റൂമിനകത്തിരുന്ന് ഫോൺ വെച്ചിട്ട് റിയാക്ഷൻ വീഡിയോ പോലെ വളരെ മോശമായിട്ടുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചു. അത് ഈ പൊടിക്കൊച്ചിനെ പറ്റി പറഞ്ഞിട്ട് എന്തോ കിട്ടാനാണ് നിങ്ങൾക്ക്? ഞങ്ങളെ പറ്റിയോ ഞങ്ങളെ വീട്ടുകാരെ പറ്റിയോ ഒക്കെ പറയുന്നത് പിന്നെയും പറഞ്ഞിട്ട് പിന്നെ കുഞ്ഞിനെ പേരിട്ടത് എന്തിനാ? അമ്മയുടെ പേരിട്ട്, എന്റെ അമ്മയുടെ പേരിലിട്ടെ. അപ്പൊ നിങ്ങളുടെ പേരിന്റെ കൂട്ടത്തിൽ നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ പേരില്ലയോ? അതേ കൂട്ട് ഉണ്ണിയുടെ അമ്മേനെ ഇഷ്ടമുള്ളതുകൊണ്ട് ഉണ്ണിയുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. നമ്മൾ ഒരാളുടെ ആരുടെ പേരെന്തിടണം, എന്ത് ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ തീരുമാനിക്കാൻ പാടില്ല. അത് തീർത്തും വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനകത്തൊന്നും ഞാൻ കമൻറ്റ് ചെയ്യുന്നേ ഇല്ല. അത് ഇതിന് മുമ്പുള്ള വീഡിയോസ് എടുത്ത് നോക്കിയാൽ അറിയാം, ഞാൻ അക്കാര്യത്തിൽ കമൻറ്റ് ചെയ്യത്തുമില്ല. ഈ ഒരു കാര്യം ഇവിടെ ഇവർ പറയുന്നിടത്തും ഞാനത് കമൻറ്റ് ചെയ്യുന്നില്ല. വ്യക്തിപരമാണ്, അത് വ്യക്തിപരമാണ്. ഒരാളിപ്പം നമ്മളിപ്പോൾ ഒരു കൊലക്കേസിലെ പ്രതിയെ കോടതിയിൽ കൊണ്ടുപോയിരുന്നാലും കോടതിയുടെ സമക്ഷത്തിലേക്ക് കൊണ്ടുപോകുമ്പോഴേക്കും ആ വ്യക്തിക്ക് കൊടുക്കേണ്ട മാനസിക പരിഗണന കോടതിയിൽ തന്നെ ഉണ്ട്. ഇന്ന് തന്നെ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് മാത്രമല്ല, കൊലക്കേസ് പ്രതിയാണെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിലേക്ക് കയറുന്ന സമയത്ത് അടികൊടുത്ത് കോടതിയിൽ അവിടെ ഇട്ട് അടികൊടുത്ത് അങ്ങനെ പരിപാടി ഇല്ലല്ലോ. നമുക്കൊരു ഭരണഘടനയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് മാനസികമായിട്ടുള്ള നമ്മളിത് കൊടുത്തുകൊണ്ട് തന്നെ ആയിരിക്കണം എന്ത് വിഷയത്തിനകത്തും സംസാരിക്കുക എന്നുള്ള കാര്യം മാത്രമാണ്. അല്ലാതെ ആരെങ്കിലും പേരിട്ടു, അത് ഞങ്ങളുടെ ഇഷ്ടം. അപ്പൊ അതിന് പറഞ്ഞുകൊണ്ട് 1-2 പേര് വന്നിട്ടുണ്ട്. പിന്നെ കുഞ്ഞ് വളർന്നു വരുമ്പോൾ അങ്ങനെ ആവത്തില്ലേ? ഞങ്ങൾ അമ്മ തെറ്റിയിട്ടില്ലെന്ന് ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. സ്ഥാപനത്തിന്റെ ഇതിൽ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അമ്മേന്റെ പേരിട്ടതിൽ ഞങ്ങൾക്ക് ഒരു കുറവില്ല. അമ്മ അത്രത്തോളം ഇഷ്ടം ഉണ്ടായതുകൊണ്ടായിരിക്കും അമ്മയുടെ പേര് കണക്ക് ചെയ്തിട്ട്. പിന്നെ നമ്മുടെ സ്ഥാപനത്തിനുള്ള കുട്ടികളെ ആണെങ്കിലും അമ്മമാരെ ആണെങ്കിലും അമ്മ അത്രയ്ക്ക് നല്ലവരെ നോക്കിയിട്ടുണ്ട്. എന്നാലും അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കയ്യിലേക്ക് അഥവാ ഞാൻ നേരിട്ട് അറിഞ്ഞ ഒരിടത്ത് മാത്രം ഞാനിതിപ്പം നമുക്കിതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്ന് വെച്ചാൽ അന്ന് ആ ഒരു വിഷയം ഇപ്പോൾ കോടതിയുടെ സമക്ഷത്തിൽ നിൽക്കുന്നതുകൊണ്ടും അന്വേഷണം നടക്കുന്നൊരു കാര്യമായതുകൊണ്ട് തന്നെ അന്ന് എൻ്റെ അറിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം കുട്ടികൾ അവിടെ നിന്ന് അഫക്റ്റഡ് ആയിട്ട് പുറത്തേക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറപ്പെട്ട കുട്ടികൾക്കൊന്നും നല്ല രീതിയിലുള്ള വസ്ത്രമോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിന് ഇവരുടെ ഭാഗമാണ് ശരി, അല്ലെങ്കിൽ അവരുടെ ഭാഗം കള്ളമാണെങ്കിൽ അത് എന്തായാലും അന്വേഷണം നടക്കുന്നൊരു കാര്യമായതുകൊണ്ട് അതൊക്കെ പുറത്തു വരുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ എല്ലാവരും ഇവരുടെ പുറകെ ഞങ്ങളുടെ അമ്മയെ ഞങ്ങൾക്ക് വിശ്വാസമാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അമ്മയെ നിങ്ങൾക്ക് വിശ്വസിക്കാം. അവനവൻ്റെ അമ്മയോ കാക്കയ്ക്ക് സ്വന്തം പൊൻകുഞ്ഞാണല്ലോ, അതുപോലെ വിശ്വസിക്കൂ. അതിൽ യാതൊരു തെറ്റും മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടെ ഉയർന്നു വന്നിട്ടുള്ളൊരു ആരോപണങ്ങൾ, ആ ആരോപണങ്ങളുടെ അകത്ത് നിങ്ങൾക്ക് അറുതീർന്ന് അതിനകത്ത് നിങ്ങളുടെ ഭാഗമാണ് ശരിയെന്നുള്ള കാര്യം കോടതി സമക്ഷത്തിൻ്റെ അകത്ത് ആ ഒരു വിധി വന്ന് ആ ഒരു കാര്യത്തിലൂടെ തീർച്ചയായിട്ടും പബ്ലിക്കിനെ ബോധ്യപ്പെടുത്തുക എന്നുള്ള കാര്യമാണ്. ചിലപ്പോൾ ആരോപണങ്ങൾ, ചില വിഷയങ്ങൾ വരുന്ന സമയത്ത് ഒന്നിലധികം ആരോപണങ്ങൾ പല തരത്തിൽ നിന്ന് പല സൈഡിൽ നിന്നൊക്കെ വരും. അതൊക്കെ വരുമ്പോഴേക്കും കോടതി സമക്ഷത്തിൽ തന്നെ അത് പരിഹരിച്ച് ഇപ്പം നമുക്ക് പറയാം, നിങ്ങൾക്ക് പബ്ലിക്കിനോട് പറയാം ഞങ്ങളൊരു തെറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ അതെല്ലാം കോടതി തന്നെ പറയുന്ന സമയത്തല്ലാതെ ഒരു കാരണവശാലും ആർക്കും അത് വിശ്വസിക്കുക എന്നുള്ളൊരു കാര്യം ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം വന്നത് അത്രയും ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിനൊന്നും അത്രത്തോളം പെട്ടെന്നൊന്നും ബാക്കി കോടതി തന്നെ നടക്കട്ടെ. അപ്പം ഞാൻ എന്തായിരുന്നാലും ഈ ഒരു കാര്യത്തിൻ്റെ അകത്ത് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ അവരുടെ ആ കുഞ്ഞിനെ കുറിച്ച് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു എന്നുള്ളതാണ്. ആരും അങ്ങനെ എൻ്റെ കമൻറ്റ് ബോക്സുകളിലോ മറ്റുള്ള വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പോലും ഞാൻ അങ്ങനെ കുട്ടിയെക്കുറിച്ചിട്ട് മോശമായിട്ട് പറഞ്ഞ് ആരും കണ്ടിട്ടില്ല. എല്ലാവരും അനാമിക എന്നുള്ളൊരു പെൺകുട്ടിയുടെ ലൈഫിനെ കുറിച്ചും വളരെയധികം വേദനയോട് സംസാരിച്ചിരുന്നു. അതുപോലെ തന്നെ ആ കുഞ്ഞ് പുറത്തേക്ക് വന്നിട്ടുള്ള പിഞ്ചു കുഞ്ഞിനെക്കുറിച്ചും ഒരുപാട് ആൾക്കാർ വളരെ വിഷമത്തോടു കൂടി ആ കുട്ടിയുടെ ലൈഫ് എങ്ങനെ പോകും എന്നുള്ള അടക്കമാണ് സംസാരിച്ചിരുന്നത്. ആ കുട്ടിയെ ഇങ്ങനെ മോശമായിട്ട് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്ന് പോലും എനിക്കറിയത്തില്ല. സോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരാണെങ്കിലും തെറ്റ് തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായം ഇതിനെക്കുറിച്ച് എന്താണ്? താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ